മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും കരുതലും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്: ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന്. എപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും സൂക്ഷ്മതയുണ്ടാവണം. ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും സൂക്ഷ്മതയുണ്ടാവണം. ഏതൊരു കാര്യം പറയുമ്പോഴും സൂക്ഷ്മതയുണ്ടാവണം. ഒന്നിനും നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഇട കൊടുക്കരുത്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടം കൊടുക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ മുൻപിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ, പറയുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷ്മതയുണ്ടായിരിക്കണം. അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ മാത്രമേ നമ്മൾ കേൾക്കാവൂ. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സൂക്ഷ്മതയോടെ മാത്രമേ ചിന്തിക്കാവൂ. എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. എല്ലാറ്റിനും ഒരു സൂക്ഷ്മതയുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുക, നമ്മളെ ആർക്കും വഴിതെറ്റിക്കാൻ ഇട കൊടുക്കരുത്. മറ്റുള്ളവരാൽ നമ്മുടെ ജീവിതം വഴിതെറ്റിപ്പോകാനായിട്ട് ഇടയാവരുത്. എല്ലാവരെയും സൂക്ഷിക്കണം. നമ്മൾ എന്തുമാത്രം നല്ലവരെന്ന് കരുതുന്നവരും നമ്മുടെയൊക്കെ ജീവിതത്തെ എത്രമാത്രം ഉയർത്തുന്നു എന്ന് കരുതുന്നവരും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഓർത്തുകൊള്ളുക, എല്ലാം ഒരു പകുതി, ഒരു 50% നമ്മൾ എടുക്കാവും. മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കാം, പക്ഷെ ആ വിശ്വാസം പൂർണ്ണതയിലെത്തരുത്. നമുക്ക് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറയും നമ്മൾ സ്വീകരിക്കരുത്. എല്ലാറ്റിനും ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവര് നമ്മളെ വഴിതെറ്റിക്കും. പിശാച് നമ്മളെ തെറ്റിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു വരുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇതറിയാതെ നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു നമ്മളെ വളർത്തുമെന്ന് കരുതി നമ്മളത് സ്വീകരിച്ച് നമ്മൾ പോകും. പക്ഷെ നമ്മളെ തളർത്തും അത്. അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും, ഈ ലോകത്തിലുള്ള മനുഷ്യര് ആരെന്തു പറഞ്ഞാലും, അത് നന്മയാകാം തിന്മയാകാം, സൂക്ഷ്മതയോടെ മാത്രമേ സ്വീകരിക്കാവൂ. അത് വചനം പഠിപ്പിക്കുന്ന കാര്യം, ഈശോ പഠിപ്പിക്കുന്ന കാര്യം ഓർത്തോളണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈ ദിവസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഈ ദിവസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും, ഇവരുടെ കുടുംബത്തിലേക്ക്, വഴികളിലേക്ക്, ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇപ്പോൾ ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. തിന്മയെല്ലാം അകലട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. ആപത്തുകളും അപകടങ്ങളും നിർവീര്യമാകട്ടെ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.